നമ്പൂതിരിമാർ കളിയാക്കുന്ന കാര്യം ഏറ്റവും ദരിദ്രരായ നമ്പൂതിരിമാരാ ശാന്തി പണിക്ക് പോവുക. ശാന്തി പണിക്ക് പോയാൽ ഒരു പുച്ഛമാണ്. ഇന്നത്തെ പോലെയല്ല, ഇന്നത്തെ ഒരു ലോകമല്ല. ശാന്തി പണിക്ക് പോയാൽ പൊതു ആളുകൾക്ക് പുച്ഛമാണ്. കാരണം ഇവൻ ദരിദ്ര നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെ ചെന്നാൽ എന്താ ജോലി? ശാന്തിയാ എന്ന് പറഞ്ഞാൽ അവൻ്റെ പണി തീർന്നു. പഠിച്ചില്ലെങ്കിൽ കല്ല് കഴുകേണ്ടി വരും എന്നാണ് അമ്മ എപ്പോഴും പറയുക. എന്നുവെച്ചാൽ നന്നായി പഠിച്ചോ, പഠിച്ചില്ലെങ്കിൽ കല്ല് കഴുകേണ്ടി വരും. അത് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം. ഞാൻ 10 വർഷം പൂജ കഴിച്ചിട്ടുള്ള ആളാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം മാറുന്നു. ഞാൻ വളരെ പതുക്കെ അതിൽ നിന്ന് മാറുന്നു. ഞാൻ അച്ഛനോട് പറയുന്നു, ഇനി വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല. അച്ഛൻ പറയുന്നു, വിശ്വാസമില്ലാത്ത കാര്യം ചെയ്യില്ല. ആരോ കണ്ട് റോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്യുത മേനോൻ ജയിച്ചു എന്ന്. അച്ഛൻ ആ കിണ്ടി വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കൈയടിച്ചു എന്നാണ് എൻ്റെ ഒരു പഴയ സഖാവ്, ഞാൻ നാട്ടിലൊരു സഖാവ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഈ മക്കളുണ്ടായിട്ട് കുട്ടി വൈഫ് പ്രസവിക്കാതിരിക്കുകയാണ്, അപ്പോൾ കുട്ടി ഉണ്ടായിട്ട് കൈയടിച്ചതാണ്. അല്ല, അച്യുതമേനോൻ ജയിച്ചു. സിനിമ ഞങ്ങളുടെ വീട്ടിലെ ജീവിതത്തിൽ എനിക്കൊരു 3 വയസ്സ് മുതൽ സിനിമ കണ്ട ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലയാളത്തിലെ ഒരു 80-85 വരെയുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടിൽ പോയി 17 കാട്ടിലൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ നാട് ഒരു കുഞ്ഞനാട്, അവിടെയുള്ള സ്ഥലം. എഴുത്ത് തന്നെ ഞാൻ ചെറിയ എഴുത്തുകാരനൊന്നുമല്ല സത്യത്തിൽ. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം ഞാൻ അങ്ങ് എഴുതുക. ഇപ്പോൾ പരിസ്ഥിതി സമരം ഇല്ല ലോകത്ത്, ഇപ്പോൾ ഇരകളുടെ സമരം. ഈ പരിസ്ഥിതി പ്രവർത്തനം എന്നു മുതലാണ് തലയിൽ കയറിയത്? അത് യഥാർത്ഥത്തിൽ എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഞാൻ വളരെ ചെറുപ്പം മുതലേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ മനസ്സിലായിട്ടൊന്നും ഇല്ലെങ്കിലും വായിക്കും. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ ഒരു ഘട്ടത്തിലാണ്, പ്രീ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോഴാണ്. അന്ന് എൻ്റെ 75-76 കാലമാണ്, അടിയന്തരാവസ്ഥയുടെ ഒരു കാലമാണ്. ആ കാലത്താണ് വലിയ പരിസ്ഥിതി സംവാദം വരുന്നത് സൈലന്റ് വാലിയിൽ അണക്കെട്ട് വേണോ വേണ്ടയോ, കുന്തിപ്പുഴയിൽ പാലക്കാട് അറിയാം. അപ്പോൾ ആ അണക്കെട്ട് വേണോ വേണ്ടയോ എന്നുള്ള സംവാദം വരും. ആ സംവാദം വരുമ്പോൾ ഞങ്ങൾ എഞ്ചിനീയർമാരാണ്. പൊതുവെ എഞ്ചിനീയർമാരൊക്കെ അണക്കെട്ട് വേണമെന്ന് പറയുന്നവരെ, കാരണം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പൊതുവെ എഞ്ചിനീയർമാരൊക്കെ ഇത് വേണമെന്നുള്ളവരാണ്. അപ്പോൾ ആകസ്മികമായിട്ട് ഞാൻ ഈ മാതൃഭൂമി വായിക്കുന്നതുകൊണ്ട് അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. അണക്കെട്ട് വേണ്ട എന്ന് പറയുന്ന, ഇപ്പോൾ NA കൃഷ്ണവാര്യരുടെ, സുഗതകുമാരിയുടെ, VS വിജയൻ്റെ, പ്രസാദ് മാഷിൻ്റെ, ഇങ്ങനെ നിരവധി ചർച്ചകൾ അതിൽ വരുന്നു. എതിരഭിപ്രായങ്ങളും വരുന്നു. അപ്പോൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഈ അണക്കെട്ട് വേണ്ട എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് അന്വേഷിക്കേണ്ട എനിക്കൊരു ജോലിയുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അന്വേഷണ കൗതുകത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അന്വേഷിക്കാൻ തുടങ്ങിയത്. എൻ്റെ കോളേജിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ട്, സൈലന്റ് അണക്കെട്ട് വേണമെന്ന് വാദിക്കുന്ന എഞ്ചിനീയറിംഗ് കുട്ടികളുടെ ട്രിപ്പാണ്. അവിടെ ചെന്നു. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അണക്കെട്ട് വേണം, സംശയമില്ല. പക്ഷെ ഞാനൊരു സംശയാലുമാണ്. എവിടെയോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കൃഷ്ണവാര്യരും അല്ലെങ്കിൽ മാതൃഭൂമിയിലൊക്കെ ഇത്ര ശക്തമായി ഈ അണക്കെട്ടിനെതിരായി പറയുന്നത് എന്ന അന്വേഷണത്തിനിടയിലാണ് സൈലന്റ് വാലി ഞാൻ ചെല്ലുകയും അവിടെ വെച്ച് വളരെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ, ഒരുപക്ഷെ കേരളത്തിലെ, അന്ന് എനിക്കറിയില്ല ഇദ്ദേഹം ആരാന്നൊന്നും അറിയില്ല, ഒരു മാഷ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. ചെറിയ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ സൈലന്റ് വാലിയിലാണ്. ബാക്കിയുള്ളവരൊക്കെ സിഗരറ്റ് വലിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയപ്പോൾ എനിക്ക് കൂട്ടില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഇത് കാണണ്ട. അവിടെ ഒന്നാമത് കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പം ടാർസൻ സിനിമയിൽ കണ്ടുള്ളൂ. ഞാൻ മുമ്പ് കാട്ടിൽ പോയിട്ടില്ല. വനം എന്ന് പറയുന്നത്. അപ്പോൾ വനം എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി 17-18 അതിന് മുമ്പ് കാട്ടിലൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ നാട് ഒരു കുഞ്ഞനാട്, അവിടെയുള്ള സ്ഥലം ഇരിങ്ങാലക്കുട, അതുകൊണ്ട് അവിടെ ഒന്നും കാടൊന്നുമില്ല. അപ്പൊ സിനിമയിലുള്ളൊരു കാടാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള കാട്. കുട്ടികളുടെ ഒക്കെ മിക്കവാറും കുട്ടികളുടെ. അപ്പോൾ ഈ ടാർസൻ സിനിമയിലൊക്കെ ഉള്ള പോലെ നമ്മൾ കാട്ടിൽ ചെല്ലുമ്പോൾ ഉടനെ പുലി നമ്മുടെ നേരെ വരും, കടുവ വരും, മറ്റേ കാട്ടാന വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വള്ളിമ തൂങ്ങി പോകുന്ന ആളുകൾ, ആദിവാസികൾ എന്ന് പറഞ്ഞ ഒരുമാതിരി ഈ സിനിമയിൽ കാണുന്ന ആദിവാസികൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് അറിവ് എനിക്കുള്ളൂ. അപ്പോൾ വനം സംരക്ഷിക്കണം എന്തിനാന്ന് പോലും വന്നാൽ അതുകൊണ്ട് തന്നെ അറിയില്ല. അങ്ങനെയാണ് ഈ മാഷ്ട മുമ്പിൽ ഞാൻ ചെന്ന് വിട്ടു. മാഷ് കുട്ടികളുടെ ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. ചെറിയ കുട്ടികളായതുകൊണ്ട്, ഞാൻ ഇത്തിരി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയല്ലേ, ഞാൻ ഇത്തിരി മാറി. പക്ഷെ എന്നെ മാഷ് ശ്രദ്ധിച്ചു. അവരുടെ ക്ലാസ് കഴിഞ്ഞ് മാഷ് എൻ്റെ അടുത്തേക്ക് വന്നു. ജോൺ C. ജേക്കബ് എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളത്തിലെ പരിസ്ഥിതിക ചിന്തയുടെ തുടക്കക്കാരൻ എന്ന് പറയാവുന്ന ആളാണ്. അപ്പോൾ മാഷ് അന്നൊന്നും എനിക്കറിയില്ല, അദ്ദേഹം പയ്യന്നൂർ കോളേജിലെ സുവോളജി പ്രൊഫസർ എന്തോ. എന്നോട് ചോദിച്ചു, എന്താ അവിടെ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാട് കാണാൻ വന്നു. കാട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും എങ്ങനെയാണ് കാട് കാണേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേയൊക്കെ ഇറങ്ങി, 1-2 മണിക്കൂറൊക്കെ ഇറങ്ങി, അവിടെ ഒന്നും കണ്ടില്ല. എന്നാൽ ശരിക്കും കാട് കാണണം. അങ്ങനെ നടന്ന് ഒരു 3-3.5 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ കാട്ടിൽ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്ന് പഴമൊക്കെ എടുത്ത് എനിക്ക് തരുന്നുണ്ട്, വെള്ളം കുടിക്കാൻ തരുന്നുണ്ട്. ഞാനിതൊന്നും കരുതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാടിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ, അതാണ് എന്നെ ശരിക്കും ഒരു മാറ്റം എന്ന് പറയുന്നത്, പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഒരു കാട്ടിൽ കുയിൽ
എണ്ണം കൂടുന്നത് എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു കുയിൽ എണ്ണം കൂടുന്നത് മരംകൊത്തിയുടെ എണ്ണം അനുസരിച്ച്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. മരംകൊത്തികൾ കൂടുതലുള്ള കാട്ടിൽ കുയിലും മറ്റേ മാടത്തെയും മൈനയും ഒക്കെ ഉണ്ടാവും. എന്താ കാര്യം വെച്ചാൽ മരംകൊത്തിയാണ് ഈ കൂട് കൊത്തുക. ഒരു മരംകൊത്തി ഒരു പ്രാവശ്യം അവിടെ മുട്ടയിടും. അതിന് മുട്ടയിടാനുള്ള കൊത്തണേ. കൊത്തി മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങൾ പറന്നു പോയാൽ പിന്നെ അടുത്ത മുട്ടയിടുന്നതിന് മുമ്പ് വേറെ മരത്തിലാണ് അത് കുത്തുക. ഇത് കാത്താണ് മൈനയും മാടത്തെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് വളരെ സേഫായ ഒരു ഇടമാണ്. സാധാരണ ഇപ്പോൾ ഒരു മൈന മുട്ടയിട്ടാൽ ഒരു 10 മുട്ടയിട്ടാൽ 2 എണ്ണേ വിരിയുള്ളൂ. ബാക്കിയൊക്കെ ഒന്നുമില്ല പാമ്പ് തിന്നും, അല്ലെങ്കിൽ മറ്റ് ജീവികൾ തിന്നും, വീണുടഞ്ഞു പോകും. ഇതിനകത്ത് പോയാൽ ഒരു സാധനം മുട്ടയില്ല, സേഫാണത്. ഈ മുട്ട എല്ലാം വിരിയും. അപ്പോൾ എന്ത് വെച്ചാൽ അവരുടെ വംശവർദ്ധന കൂടും. ഇതെന്നേക്ക് വലിയൊരു അറിവായിരുന്നു. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു പരസ്പര ബന്ധം പ്രകൃതിയിലുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഓരോ ബന്ധങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഒരു മരവും മറ്റൊരു മരവും തമ്മിലുള്ള ബന്ധം, മണ്ണിൻ്റെ സ്വഭാവവും മരവും തമ്മിലുള്ള ബന്ധം, അങ്ങനെ വള്ളികൾ, ഇങ്ങനെ നിരവധി പരിസ്ഥിതിയുടെ ഈ പരസ്പരാശ്രിതത്വം. ഒരു എഞ്ചിനീയർ കൂടിയായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ലോജിക്കലാണല്ലോ അത്. ആ ലോജിക്കൽ സ്ട്രക്ചറിൽ നിന്നാണ് പിന്നെ ഞാൻ അപ്പോൾ സൈലൻറ്റ് വാലിക്ക് വേണ്ടി സൗദകുമാരി ടീച്ചറുടെ 1-2 പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. കവിത വായിക്കുന്നു. കവിതയോടൊക്കെ ഒരു ചെറിയ താല്പര്യം അന്നുണ്ട്. പണ്ടൊക്കെ എഴുതിയിരുന്നു, പിന്നെ ഇപ്പോൾ എഴുത്തൊക്കെ നിർത്തിയതാണ്. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് എൻ്റെ ഉള്ളിലൊരു സംശയമായി. ഉറപ്പായിട്ടില്ല അപ്പോഴും. അപ്പോൾ എങ്ങനെ സംരക്ഷിക്കണം? അപ്പോൾ ഒരുപക്ഷെ കാട് സംരക്ഷിക്കണം, പുഴ സംരക്ഷിക്കണം, ഇങ്ങനെയുള്ള ഒരു പൊതുബോധമാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അന്നുള്ള ബോധം. അതാണ് 70കളിലും 80കളിലും ഒക്കെ തുടക്കത്തിലുള്ള ബോധമാണ്. ഒരു 80കളായപ്പോഴേക്കും എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം അടക്കം വായന വളരെ കൂടി. കൂടുതൽ പുസ്തകങ്ങൾ കിട്ടാൻ നമുക്ക് തുടങ്ങി. പരിസ്ഥിതിയെക്കുറിച്ച് ലോകത്തുണ്ടാകുന്ന ഗ്രന്ഥങ്ങൾ വന്നു. പിന്നെ ഇപ്പോൾ 72 കോൺഫറൻസും അതുപോലെയുള്ള രേഖകളും, UN കോൺഫറൻസും അതിൻ്റെ രേഖകളും, ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ 72 ശാസ്ത്രജ്ഞന്മാർ പുറത്തിറക്കിയ രേഖയാണ്. ഇന്നുവരെയൊക്കെ പ്രസക്തമാണ്. വളർച്ചയുടെ പരിമിതിയുണ്ട്, നിങ്ങൾക്ക് അനന്തമായ വളർച്ച സാധ്യമല്ല. ഇങ്ങനെയുള്ള നിരവധി ബേസിക് പോയിന്റ്സ് നമുക്ക് അതിലേക്ക് കിട്ടുന്നു. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് പോലെയുള്ള പേപ്പർ വായിക്കുമ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ എൻ്റെ എൻജിനീയറിങ്ങിൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എൻജിനീയർമാർ പ്രകൃതിയെ നോക്കുന്നതും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ശാസ്ത്രത്തിൽ നമ്മൾ കാണുമ്പോഴും ഒരുപാട് വിഭവങ്ങൾ ഇല്ലാതാവുമല്ലോ. ഉദാഹരണത്തിന് കൽക്കരി, അന്ന് കൽക്കരിയാണ് മെയിൻ. കൽക്കരി ഇല്ലാതാവും. കൽക്കരി ഇല്ലാതായാൽ നമ്മൾ വേണമെങ്കിൽ എണ്ണയിലേക്ക് പോകുന്നു പറയാം. എണ്ണ ഇല്ലാതാവും. കാരണം കൽക്കരി, എണ്ണ, ഗ്യാസ് മുതലായവയൊക്കെ ഉണ്ടാവണമെങ്കിൽ അനേക ലക്ഷം വർഷങ്ങൾ വേണം. ഇപ്പോൾ ഒരു സ്റ്റോർ എടുത്താൽ അതിൽ നിന്ന് കിട്ടില്ല. ഞാൻ ഇപ്പോൾ സൂര്യപ്രകാശമോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ നമുക്ക് കിട്ടും, പക്ഷേ ഇതത് കിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് അവർ അന്ന് ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും നമ്മളതിൻ്റെ വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് യഥാർത്ഥത്തിൽ. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ 90കളായപ്പോഴേക്കും കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂപത്തിൽ വരുന്നു. സൈലൻറ്റ് വാലി മാത്രമല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ചാലിയാർ, ഗ്വാളിയോർ റൈൻസിൻ്റെ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ തുടങ്ങുന്നു. അതിൽ MT വാസുദേവൻ നായരടക്കമുള്ള ആളുകൾ അതിൽ വളരെ സജീവമായി അതിലിടപെടുന്നു. നമ്മളതിനെക്കുറിച്ച് എഴുതുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഓരോ വിഷയങ്ങൾ, ഓരോ സ്പെസിഫിക് സബ്ജക്റ്റ് വരുമ്പോൾ എന്താണ് അതിൻ്റെ പാരിസ്ഥിതിക ഇമ്പാക്റ്റ് എന്ന് പഠിക്കണം എന്ന രൂപത്തിൽ. അന്ന് EIA നിയമമൊന്നും വന്നിട്ടില്ല, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നിയമമൊന്നും വന്നിട്ടില്ല. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം വരുന്നത്, EPA, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൂടി ചേർത്ത്. അതൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ രേഖകളിലൂടെ വാട്ടർ ആക്ട് വന്നിട്ടുണ്ട്, എയർ ആക്ട് വന്നിട്ടുണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ്? പിന്നെ ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ളത് പഠിക്കുന്നു. പിന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പ് ഇതിനെ ആശ്രയിച്ചാണ് എന്ന ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. അത് ഉറക്കുകയാണ് ഉള്ളി. അപ്പം ഇത് പരിഗണിക്കാതെ മനുഷ്യന് മുമ്പോട്ട് പോയിക്കൂടും. പിന്നെ ആക്ടിവിസത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഒരു 96-97 കഴിഞ്ഞിട്ടാണ്. ഞാൻ എഴുതാൻ തുടങ്ങുന്നു. ഞാൻ ചെറിയ എഴുത്തുകാരനൊന്നുമല്ല സത്യത്തിൽ. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം ഞാനങ്ങ് എഴുതുക. എൻ്റെ ഭാഷ ഇപ്പോഴും ഒരു എഴുത്തുകാരൻ്റെ ഭാഷയായിട്ട് വരാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇപ്പോൾ അതിനോട് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ എഴുതുകയും ചെയ്യാം. എൻ്റെ മുമ്പിൽ ഒരാളുണ്ട് എന്നെനിക്ക് തോന്നും. പലരും പറയും എൻ്റെ ശൈലി വളരെ പഴയ ശൈലിയൊക്കെ ആയിരിക്കും, നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പഴയ ശൈലിയാണ്. കാരണം ഞാൻ എൻ്റെ ഭാഷയിൽ ഞാനൊരു പ്രവീണമൊന്നുമല്ല. അപ്പോൾ ആക്ടിവിസ്റ്റ് എഴുത്താണ് എനിക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ നിരന്തരമായി ഓരോ വിഷയത്തിൽ ഇടപെടുന്നു, ചാലിയാറിൽ ഇടപെടുന്നു, അങ്ങനെ വരുന്നു. പിന്നെ മേധാ പട്കറെ പോലെയുള്ള ആളുകളുമായി നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ആക്ടിവിസ്റ്റുമായി ബന്ധപ്പെടുന്നു, ദേശീയ തലത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. അതുമായി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രോത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ശരി ഒരു വിഷയം വന്നു, നമ്മൾ പഠിച്ചു, പക്ഷെ അതൊരു ആക്ടിവിസത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ജനകീയ സമരങ്ങളുടെ മുന്നിലേക്ക് നിൽക്കണം, പരിസ്ഥിതി സമരങ്ങളുടെ മുന്നിലേക്ക് നിൽക്കണം എന്നുള്ള ഉള്ളിലൊരു തോട്ട് കറക്റ്റായിട്ട് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അത് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്വാളിയോർ റൈൻസ്
ഗോളിയർ റയൻസിൽ വലിയ തോതിലുള്ള മലിനീകരണം നടക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഗോളിയർ റയൻസിനെതിരായ ഒരു സമരം കോഴിക്കോട് നടക്കുന്നു. ഞാൻ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടല്ല, ഞാനൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ആദ്യം പങ്കെടുത്ത സമരം ഗോളിയർ റയൻസ്. ആദ്യം പങ്കെടുത്ത സമരം വേണമെങ്കിൽ ഗോളിയർ റയൻസ് അല്ല, ശരിക്കും സൈലന്റ് വാലിയിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് സമരം എന്ന് പറയാൻ പറ്റില്ല. സൂതകുമാരി ടീച്ചറൊക്കെ പോയിരിക്കുന്നു, ഞാനവിടെ പോയിരിക്കുന്നു. പിന്നെ ശരിക്കും ഗോളിയർ റയൻസിലാണ്. ഗോളിയർ റയൻസിന് കോഴിക്കോട് അന്ന് MT ഉദ്ഘാടനം ചെയ്ത ആ സമരത്തിലാണ് ഞാൻ ഒരു ക്ലിയർ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കാൻ പറയുന്നു. സംസാരിച്ച് അതിൻ്റെ റിപ്പോർട്ടുകളെ പറ്റി പറയുന്നു. കോഴിക്കോട് വെച്ച് നടന്ന എല്ലാജിൻ്റെയും നിരവധി പേരന്നുണ്ടായിരുന്നു. ആ സമരത്തിലാണ് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പോകുന്നത്. പിന്നീട് പലപ്പോഴും നമുക്ക് ഓരോ വിഷയം വരുമ്പോൾ ആളുകൾ നമ്മളെ വിളിക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു പുഴ കയ്യേറ്റമുണ്ട്, ഇവിടെ പാടം നികത്തലുണ്ട്, ഇവിടെ കുന്നിടിക്കലുണ്ട്, ഇവിടെ മരം വെട്ടലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു മലിനീകരണമുണ്ട്. ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളത് പഠിക്കാൻ ശ്രമിക്കും. അവിടെ പോവുക, ഞാനത് പഠിക്കുക, പഠിച്ച് അതിന് ഇരകളാക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക. അത് വേറൊരു ഘട്ടമാണ്. അതായത് ഇപ്പോൾ പരിസ്ഥിതി സമരം ഇല്ല ലോകത്ത്, ഇപ്പോൾ ഇരകളുടെ സമരമാണ്. ഈ പാരിസ്ഥിതിക നാശം ഇരകളാക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതിൻ്റെ നേരിട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വിക്ടിംസ് നമ്മൾ പറയില്ലേ, പ്രത്യക്ഷ പരോക്ഷ ഇരകൾ. അവരാണ് ഇപ്പോൾ സമരം മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗോളിയർ റയൻസിലും തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സൈലന്റ് വാലി സമരം അങ്ങനെയായിരുന്നില്ല. സൈലന്റ് വാലിയിൽ കാട് നശിച്ചാൽ സുഗതകുമാരിക്കോ അല്ലെങ്കിൽ VS വിജയനോ അല്ലെങ്കിൽ വേറെ ആർക്കും നേരിട്ട് പ്രശ്നമില്ല. അതൊരു കുറച്ചുകൂടി ഒരു എന്താ പറയുക സബ്ജക്റ്റീവായ വിഷയമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇപ്പോൾ ഗോളിയർ റയൻസിൽ നിന്ന് മലിനീകരണം വരുന്നതോടുകൂടി അവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വാഴക്കാട് ഗ്രാമത്തിൽ വലിയ തോതിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെയുള്ള ആക്ടിവിസ്റ്റുകൾ. അപ്പോൾ അവരാണ് അവിടെ സമരത്തിൽ വരുന്നത്. അത് പിന്നെ സ്ട്രോങ് ആവുകയാണ്. പിന്നെ ഈ ഓരോ സമരത്തിലും അവർ തന്നെ വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ എൻറോണിൻ്റെ താപനിലയും വരും 97-98 എൻ്റെ ഓർമ്മ. എൻറോണിൻ്റെ താപനിലയും വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ദേശീയ തലത്തിൽ ബന്ധപ്പെടുമ്പോൾ മഹാരാഷ്ട്രയിൽ എൻറോൺ ദാബോൾ എന്ന് പറയുന്ന സ്ഥലത്ത് എൻറോണിൻ്റെ ഒരു നിലയം വരികയും അത് വലിയ ദുരന്തമാവുകയും പാരിസ്ഥിതിക മാത്രമല്ല സാമ്പത്തിക ദുരന്തമാവുകയും എൻറോൺ അടച്ചിടുകയും ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഏതാണ്ട് 10,000 കോടി രൂപ നഷ്ടം വരികയൊക്കെ ചെയ്ത ഒരു സംഗതിയുണ്ട്. അപ്പോൾ എൻറോൺ ഞാൻ പുറത്ത് കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഈ കെൽട്രോണിൻ്റെ ജോലിയുടെയൊക്കെ ഭാഗമായിട്ടും അല്ലാതെയും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ സാങ്കേതിക വിദ്യ അറിയാം. എൻറോൺ പോലെയുള്ള കമ്പനികൾ ലോകത്ത് ചെയ്യുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് കുറച്ചൊക്കെ ആ രീതിയിലും കുറേ അറിവുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് കണ്ണൂരിൽ ഇരിണാവിൽ എൻറോണിൻ്റെ ഒരു നിലയം കൊണ്ടുവരാൻ നായനാർ ഗവൺമെൻറ്റുള്ള കാലത്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെതിരെ ശക്തമായി അവിടുത്തെ ജനങ്ങൾ, കാരണം അത് വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഒന്ന്, എൻറോൺ പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, എൻറോൺ ഒരു സാമ്പത്തിക പ്രശ്നവും അന്നത്തെ ഒരു അധിനിവേശം, ഒരു കോർപ്പറേറ്റ് കമ്പനി വരുന്നു കേരളത്തിൽ, അതിനെതിരായിട്ടുള്ള അധിനിവേശത്തിനെതിരായിട്ടുള്ള സമരം. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുകയും അതിനകത്ത് വരികയും ചെയ്തിട്ടുള്ള ആദ്യത്തെ സമരം എൻറോണാണ്. അവിടെ പോകുന്നു, അവിടെ ജാഥ നടത്തുന്നു, പ്രകടനം നടത്തുന്നു. മറ്റൊന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിനുമായി ബന്ധപ്പെട്ട്. ഇതൊന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരല്ല. നെടുമ്പാശ്ശേരി എയർപോർട്ട് വലിയ തോതിൽ പാടം നികത്തി തോടടച്ചു കെട്ടി ഉണ്ടാക്കുന്ന എയർപോർട്ടാണ് എന്ന് നമ്മൾ അന്നേ പറഞ്ഞത്. ചെങ്ങൽ തോടടച്ചു കെട്ടുന്നു, പിന്നെ അവിടെ ആളുകൾക്ക് വിക്ടിംസിന് വേണ്ടത്ര കോമ്പൻസേഷൻ, അന്ന് നിയമമൊന്നുമില്ല, പഴയ നിയമമാണ്, കോമ്പൻസേഷൻ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല, പലതരത്തിലുള്ള വിവേചനം ഉണ്ടാകുന്നു. ഞാൻ അതിശക്തമായി നെടുമ്പാശ്ശേരി എയർപോർട്ട് പഠനം നടത്തി. അതിൻ്റെ മദർ ഹൗസ് കൂടിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പോലുള്ള സ്ഥലമാണ് നെടുമ്പാശ്ശേരി. എനിക്ക് ലോക്കലായിട്ട് മിക്കവാറും ആളുകളെ അറിയാം. ആ ആളുകളുടെ വിഷമം ഈ തോടടച്ചു കെട്ടുകയും പാടം നികത്തുകയും ചെയ്യുമ്പോൾ പെരിയാറിൻ്റെ ഫ്ലഡ് മാപ്പ് എടുത്താൽ പെരിയാറിൽ വെള്ളം കൂടിയാൽ അത് വരേണ്ട സ്ഥലം ഈ നെടുമ്പാശ്ശേരി, ഈ പറഞ്ഞ ചൊവ്വര അതുപോലെയുള്ള പ്രദേശങ്ങളാണ്, കാഞ്ഞൂർ. അതുകൊണ്ട് ഇത് അപകടമാണ്. കാരണം വെള്ളത്തിന് പോകാൻ വേണം. നമ്മൾ പിന്നെ കണ്ടത് 2013, 2018, 2019 3 വർഷം നെടുമ്പാശ്ശേരി എയർപോർട്ട് മുങ്ങി. മറ്റേ വലിയ വെള്ളപ്പൊക്കത്തിലല്ല, 13 മുങ്ങി. ഇത് ഇടമലയാർ ഡാം തുറന്നുകൊണ്ടുകൂടി ഭൂതത്താൻകെട്ടി കൂടി വെള്ളം കയറി, പെരിയാറിൽ വെള്ളം കൂടിയാലും നെടുമ്പാശ്ശേരി മുങ്ങും. അപ്പം നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത. ഞാൻ ചോദിക്കുന്നത്, സിയാറിന്റെ ഒരു കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരേണ്ട ഒരു സാമൂഹ്യ പശ്ചാത്തലം ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അച്ഛൻ കുറെ കൂടി അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജാരിയാണ്. അപ്പം അത്തരം വിശ്വാസങ്ങളൊക്കെ സിയാറിന് ഉണ്ടായിരുന്നോ? ദൈവവിശ്വാസിയാണോ? ഞാൻ 10 വർഷം പൂജ കഴിച്ചിട്ടുള്ള ആളാണ് ചെറുപ്പത്തിൽ. കാരണം വളരെ അതെന്താ വെച്ചാൽ വരുമാനം. അച്ഛൻ്റെ ജോലി ഒരു ചെറിയ അമ്പലത്തിലെ ശാന്തിയാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടി വളരെ ടൈറ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. 2 ചെറിയ അമ്പലങ്ങൾ അച്ഛന് അതിൻ്റെ കൂടെയുണ്ട്. ഈ 2 അമ്പലങ്ങളിൽ ഞാനൊരു 9 വയസ്സ് മുതൽ പൂജ കഴിച്ചിട്ടുണ്ട്.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1957 സിആർ ജനിക്കുന്നത്. അപ്പൊ ആ ഒരു കാലത്ത് ഈ പറയുന്ന പോലെ ഞാൻ ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്, ആ ഒരു വിഭാഗത്തിൽ ഇപ്പൊ നമ്പൂതിരി വിഭാഗത്തിൽ ഉള്ള ഒരാളുകൾ അത്രയും ദാരിദ്ര്യത്തിലേക്ക് പോകാൻ ഒരു കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ ആ കാലത്തൊക്കെ അത്യാവശ്യം ദാരിദ്ര്യത്തിലുള്ള ഒരുപാട് നമ്പൂതിരിമാരുണ്ട്. നിങ്ങൾ വീട്ടിൽ പെട്ട ഒരുപാട് ആത്മകഥ വായിച്ചു. അതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. നമ്പൂതിരിമാർ വലിയ ആഢ്യന്മാരും വലിയ പണമുള്ള നമ്പൂതിരിമാരുണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിൽ 5 പൈസയുടെ പാട്ടം കിട്ടാനില്ല. അതൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. ഒരു സെന്റിന് കൃഷിയില്ല, ഒന്നുമില്ല. ആകെ ഒരു ചെറിയ വീടും കുറച്ച് ചെറിയൊരു പുരയിടവും അച്ഛൻ്റെ ജോലിയുമാണ് ഞങ്ങളുടെ വരുമാനം. പിന്നെ അമ്മ നന്നായി അധ്വാനിക്കും. അമ്മ അധ്വാനിക്കുന്ന പറഞ്ഞാൽ അമ്മ പശുവിനെ കറക്കും, അങ്ങനെ വീട്ടിൽ ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്യും. അതുപോലെ വീട്ടിൽ മറ്റെന്താ പറയുക, ആളുകൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരും. അടുത്ത ഈ ബ്രാഹ്മിൻസ് ചില ആളുകളൊക്കെ നാട്ടിൽ വന്നാൽ ഭക്ഷണം അവർക്ക് കിട്ടണം. ഒരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെജിറ്റേറിയൻ കഴിക്കണം, അവർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം രാവിലെ വൈകുന്നേരമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എനിക്ക് 2 അമ്പലത്തിൽ പൂജ കഴിച്ചേ പറ്റൂ. ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു 8 വയസ്സ് മുതൽ തന്നെ പറയാം, ഞാൻ ഈ അമ്പലങ്ങളിൽ റെഗുലറായി പൂജ കഴിച്ചിട്ടുണ്ട്. 20 വയസ്സ് വരെ എൻ്റെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം. ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം മാറുന്നു. ഞാൻ വളരെ പതുക്കെ അതിൽ നിന്ന് മാറുന്നു. ഞാൻ അച്ഛനോട് പറയുന്നു, ഇനി വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല. അച്ഛനും പറയുന്നു, വിശ്വാസമില്ലാത്ത കാര്യം ചെയ്യില്ല. പക്ഷേ ഇത് പറയുമ്പോഴും എൻ്റെ വീട്ടിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതും കൂടി വന്നാലേ അത് ശരിയാവുള്ളൂ. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവമുള്ള ഒരാളെ, ശാന്തിക്കാരനാണെങ്കിൽ അന്ന് എനിക്ക് ഓർമ്മയല്ല, എന്നോട് ഒരാൾ പറഞ്ഞു കേട്ട എൻ്റെ ഒരു ഓർമ്മയുള്ളത്, 57 ആണ് ഞാൻ ജനിക്കുന്നത്. 57 ഏപ്രിൽ 2-ാം തീയതി ഞാൻ ജനിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് മുമ്പ് മാർച്ച് 31-ാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് ഇലക്ഷൻ. അപ്പം ഞാൻ ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലമാണ്. അവിടെ അച്യുതമേനോനാണ് സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പം എൻ്റെ അച്ഛൻ ഇങ്ങനെ കിണ്ടിയും കൊണ്ട് ഒരമ്പലത്തിൽ നിന്ന് ഒരമ്പലത്തിലേക്ക്, അന്ന് തോർത്ത് മുണ്ടൊക്കെ കൊടുത്തിട്ട് കിണ്ടിയും കൊണ്ടാണ് പോവുക. ഒരു കിണ്ടിയും കൊണ്ട് അടുത്ത അമ്പലത്തിലേക്ക് പോകും. അങ്ങനെ പോണ വഴിക്ക് ആരോ കണ്ട് റോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്യുതമേനോൻ ജയിച്ചു എന്ന്. അച്ഛൻ ആ കിണ്ടി വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കൈയടിച്ചു എന്നാണ് എൻ്റെ ഒരു പഴയ സഖാവ്, ഞാൻ നാട്ടിലൊരു സഖാവ് പറയണത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഈ മക്കളുണ്ടായിട്ട് കുട്ടി വൈഫ് പ്രസവിക്കാതിരിക്കുകയാണ്, അപ്പോൾ കുട്ടി ഉണ്ടായിട്ട് കൈയടിച്ചതാണ്. അല്ല, അച്യുതമേനോൻ ജയിച്ചു എന്ന് പറയുന്നത്. കാരണം അച്ഛനെ അച്യുതമേനുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അവിടെ അച്യുതമേനോൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് അച്ഛൻ ചോറ് കൊണ്ടുകൊടുത്തിരുന്നു. അച്യുതമേനൻ എന്ന് വെച്ചാൽ ഈ അച്ഛൻ ശാന്തിക്കാരനാണ്, ആരും സംശയിക്കില്ല. അപ്പോൾ അച്ഛൻ ഈ ഉരുളിയിൽ അച്യുതമേനുള്ള ചോറും കറിയൊക്കെ ആയിട്ട് അവിടെ ചെല്ലും. അത് കഴിഞ്ഞ് അച്ഛനാ ഉരുളിയും ചോന്നിട്ടും ഇങ്ങോട്ട് പോരും. അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആരും ചോദിക്കില്ല, ശാന്തിക്കാരൻ ഉരുളിയും കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ചോറ് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചോറ് പായസമൊക്കെ ഉണ്ടാവുമല്ലോ ശാന്തിക്കാർക്ക്. ആ അർത്ഥത്തിൽ അച്യുതമേനുമായിട്ടൊരു ബന്ധമുണ്ട്. പൊതുവെ ഒരു ഇടതുപക്ഷ അനുഭവമുണ്ട്. രണ്ടാമത്തെ കാര്യം, 3-4 വയസ്സ് മുതൽ എന്നെ മാതൃഭൂമി പത്രം വായിപ്പിച്ചത്. പത്രം വായിക്കൽ അച്ഛന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. മൂന്നാമത്, അച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല. അമ്മ 4 വരെ പഠിച്ചിട്ടുള്ളൂ. 12 വയസ്സിൽ അമ്മ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ആലോചിക്കണം. പക്ഷെ അമ്മയ്ക്കും അച്ഛനുള്ള ഒരു നിർബന്ധം, മക്കൾ നന്നായി പഠിക്കണം എന്നുള്ളത്. പഠിച്ചില്ലെങ്കിൽ കല്ല് കഴുകേണ്ടി വരും എന്നാണ് അമ്മ എപ്പോഴും പറയുക. എന്നുവെച്ചാൽ നന്നായി പഠിച്ചോ, പഠിച്ചില്ലെങ്കിൽ കല്ല് കഴുകേണ്ടി വരും. അത് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. ഈ ശാന്തി നമ്മൾ ചെയ്യുമ്പോൾ പോലും ഇതൊരു മഹത്തായ ജോലിയല്ല എന്ന്, വലിയ വരുമാനമില്ല, ചെറിയ വരുമാനമുള്ളൂ, മഹത്തായ ജോലിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും പഠനം, വിദ്യാഭ്യാസം. പൂജ ചെയ്യുന്നത് ഒരു മഹത്തായ ജോലി അല്ല. അതിന് 2 ഉണ്ട്. അത് നമ്പൂതിരിമാരെ കളിയാക്കുന്ന കാര്യം, ഏറ്റവും ദരിദ്രരായ നമ്പൂതിരിമാരെ ശാന്തി പണിക്ക് പോവുക. ശാന്തി പണിക്ക് പോയാൽ ഒരു പുച്ഛമാണ്. ഇന്നത്തെ പോലെയല്ല, ഇന്നത്തെ ഒരു ലോകമല്ല അന്ന്. ശാന്തി പണിക്ക് പോയാൽ പൊതു ആളുകൾക്ക് പുച്ഛമാണ്. കാരണം അവൻ നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെ ചെന്നാൽ എന്താ ജോലി, ശാന്തിയാ എന്ന് പറഞ്ഞാൽ അവൻ്റെ പണി തീർന്നു. അവൻ ഈ ശബരിമലയോ ഗുരുവായൂരോ അതുപോലെയുള്ള അമ്പലങ്ങളിലോ ശാന്തി പോലെയല്ല സാധാരണ ചെറിയ ക്ഷേത്രങ്ങൾ. ഇന്ന് ക്ഷേത്രങ്ങൾ പലതും പുനരുദ്ധരിക്കപ്പെടുകയും അതിന് വേറെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അന്ന് അതൊന്നുമില്ല, വളരെ കുറഞ്ഞ വരുമാനം കിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകണം. ഒരു ലീവ് കിട്ടില്ല. ലീവ് കിട്ടണമെങ്കിൽ വേറൊരാളെ അവിടെ വയ്ക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പുല എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആരെങ്കിലും മരിക്കുക പ്രസവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൂജയ്ക്ക് പോകാൻ പാടില്ല. അതിന് പകരം ഒരാളെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി ഈ കണ്ട പണിയൊക്കെ ചെയ്ത് അതും താഴെയുള്ള കുളത്തിലിറങ്ങി കുളിക്കണം. കുളിക്കാതെ ഇന്നത്തെ മാതിരി ബാത്റൂം കുളിക്കാൻ പറ്റില്ല. കുളത്തിലിറങ്ങി കുളിക്കണം. കുളിച്ച് അവിടെ പോയി വിറകുണ്ടാവില്ല, അവിടെ എന്തെങ്കിലും നിവേദ്യം ഉണ്ടാക്കാൻ വിറകുണ്ടാവില്ല, എണ്ണ ഉണ്ടാവില്ല. ഇതൊക്കെ ദാരിദ്ര്യമാണ്. അപ്പോൾ ശാന്തി ദാരിദ്ര്യമാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ ശാന്തിയെ കാണരുത്. അന്ന് ശാന്തി ദാരിദ്ര്യമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ശാന്തിക്കാരൻ ദാരിദ്ര്യനാണ്, വിവരമില്ലാത്തവനുമാണ്. അപ്പോൾ അച്ഛനൊക്കെ വലിയ വിഷമായിരുന്നു. കാരണം എനിക്ക് വേറെ പണി അറിയില്ല. അച്ഛൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് വേറെ പണി അറിയില്ല, എന്നെ പഠിപ്പിച്ച പണി ഇതാണ്, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യും
വേറെ വരുമാനം വേണ്ടേ, എന്തെങ്കിലും പണി അറിയണ്ടേ. അങ്ങനെയാണ് ശാന്തിയോട് പരമ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ദൈവവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലാതെ ശാന്തി നിങ്ങളുടെ ജോലിയാവരുത്. കാരണം ശാന്തിക്കാരൻ ഏറ്റവും മോശപ്പെട്ട നമ്പൂതിരിയാണ് ശാന്തിക്കാരൻ. ഇതെൻ്റെ അന്നത്തെ ഒരു സാധനം. അതുകൊണ്ട് തന്നെ ശാന്തി വേണ്ട. പക്ഷേ ഇപ്പം ശാന്തി അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഹോട്ടലിലെ വെയിറ്ററായി നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ വെയിറ്ററായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമല്ലോ, സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പക്ഷേ വീട്ടിലെന്താ വെച്ചാൽ പഠിക്കുന്നതിനുള്ളതിന് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് വായിക്കുക, അറിയുക. ഇവരൊന്നും ഈ വിദ്യാഭ്യാസ ഔദാര്യം കിട്ടിയിട്ടില്ലെങ്കിലും അമ്മയും അച്ഛനും, അമ്മ പ്രത്യേകിച്ച് ഈ എല്ലാം വായിക്കുന്ന ആളായിരുന്നു. അവസാനം പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. അമ്മ 2-3 പുസ്തകം വരെ അവസാനം എഴുതിയിട്ടുണ്ട്. എല്ലാം വായിക്കുന്ന ആളായിരുന്നു. ഒന്ന് അച്ഛനും അതുപോലെ പത്രം വായിക്കുന്നതിന്, അത് മാതൃഭൂമി തന്നെ വായിക്കണം. അച്ഛൻ മാതൃഭൂമി വായിച്ചാൽ ഒരു 6 വയസ്സ് മുതൽ ഞാൻ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അച്ഛന് വായിച്ച് കേൾപ്പിക്കണമായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല. എണ്ണ പ്രശ്നമോ മറ്റേ പശ്ചിമേഷ്യൻ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛനതിനല്ല, വായിക്കണം എന്ന് പറയും. എന്നുവെച്ചാൽ ഒന്ന് വായന കിട്ടും, നമ്മുടെ ശബ്ദം ശരിയാവും, പ്രൊണൗൺസിയേഷൻ ശരിയാവും. 2 KP കേശവമേനോൻ്റെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു മാതൃഭൂമിയിൽ. നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, പഴയ പങ്ക്തി. നാം മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോളമാണ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഉണ്ടാവും. അതിൽ വളരെ പോസിറ്റീവ് മെസ്സേജാണ്. കേശവമേനോൻ എപ്പോഴും പോസിറ്റീവ് മെസ്സേജുള്ള ഒരാളാണ്. നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ആത്മധൈര്യത്തോടുകൂടി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് INA ഉണ്ടായിരുന്ന കാലത്ത് മറ്റു കാലത്തൊക്കെയുള്ള അനുഭവം അങ്ങനെ ഉണ്ടല്ലോ, ഒരു മോട്ടിവേഷൻ. അതൊരു മോട്ടിവേറ്ററായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കണം. അതിൽ നിന്നാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും എത്തുന്നത്. ഞാൻ എന്താ പറയുക, അതിനെ വെച്ച് അപ്പോൾ ശാന്തി പറ്റില്ല, ശാന്തിയല്ല നമ്മുടെ സ്ഥിരം ജോലി എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പഠിക്കണമെന്ന് പറയുകയും പഠിപ്പിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിന് ഒട്ടും ഇഷ്ടമല്ല അവർക്ക്. ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നില്ല. എന്നാൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ 2 കാര്യങ്ങൾ എൻ്റെ വീടിനെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ എക്സ്പോസ്ഡ് ആയൊരു വീടായിരുന്നു എൻ്റെ. അച്ഛനും അമ്മയ്ക്കും സിനിമ ഭയങ്കര ഭ്രാന്തായിരുന്നു. സിനിമ ഞങ്ങളുടെ വീട്ടിലെ ജീവിതത്തിൽ എനിക്കൊരു 3 വയസ്സ് മുതൽ സിനിമ കണ്ട ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലയാളത്തിൽ ഒരു 80-85 വരെയുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയും കാണാതെ ഒരു പഴയ തിയേറ്ററുകളിൽ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം അതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഇപ്പം ഞാൻ OTT-യിലൊക്കെ നല്ല സിനിമ കാണാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് മാസങ്ങളായി. അത് വേറൊരു സംഗതിയാണ്. അന്നതല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് 3-4 തിയേറ്ററുകളുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററിന് ഒരു തിയേറ്റർ ഉണ്ട്, എപ്പോഴും ഒരു തിയേറ്റർ ഉണ്ട്. അതിങ്ങനെ കൊട്ടകയാണ്, പഴയ കൊട്ടക. പിന്നെ ഇരിങ്ങാലക്കുട, ചേർപ്പ്, അങ്ങനെ തൊട്ടടുത്ത് കാറളം, മാപ്രാണം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള തിയേറ്ററുകളിൽ ഞങ്ങൾ പോകും. ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിൽ വെള്ളിയാഴ്ചയാണ് സിനിമ കാണുക. വെള്ളിയാഴ്ച സെക്കൻഡ് ഷോയ്ക്ക്, എല്ലാ വെള്ളിയാഴ്ചയും സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങളുണ്ട്. അപ്പം അച്ഛൻ അവിടുത്തെ ഒരു വേറെ തരത്തിലുള്ള VIP. ഈ ശാന്തിക്കാർക്ക് വേറെ തരത്തിൽ ബഹുമാനം, വരുമാനം ഇല്ലെങ്കിലും ഏത് തിയേറ്റർ വന്നാലും, അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും തിയേറ്ററിൻ്റെ ഉടമയായാലും അവർ അമ്പലത്തിൽ വന്ന് വെള്ളിയാഴ്ച ഒരു വഴിപാട് നടത്തും. സിനിമ പൈസ ഇട്ടാനാണ് സിനിമ ഒന്ന് മോശിക്കണ്ട. ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ സിനിമ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ. അത് പഴയ സിനിമയാണ് വരിക. സിനിമ ഒരു ബ്രഹ്മമായി. സിനിമ ബ്രഹ്മമായതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ടായി. ഞാൻ ഒരിക്കലും ക്ലാസ് കെട്ടി സിനിമയ്ക്ക് പോയിട്ടില്ല. ബാക്കി പിള്ളേരൊക്കെ പോകും. ഞാൻ പറയും, എനിക്കെന്തിനാ ക്ലാസ് കെട്ടിയാണ്? ഞാൻ ഉറങ്ങിപ്പോയാൽ, ഞങ്ങളങ്ങ് കുട്ടികൾ 3 കുട്ടികൾ, ഞങ്ങൾ ഉറങ്ങിപ്പോയാൽ മുഖത്ത് വെള്ളം തളിച്ച് എണീപ്പിച്ച് സെക്കൻഡ് ഷോയ്ക്ക് വിട്ടു. ചിലപ്പോൾ കുട്ടികൾ 7 മണിക്കൊക്കെ 7:30 കിടന്ന് ഉറങ്ങുമല്ലോ. വെള്ളം തളിച്ചും എടിപ്പിച്ച് എടുത്ത് സിനിമയ്ക്ക് കൊണ്ടു, എടുത്തു കൊണ്ടുപോകുന്ന കാലം വരെ ഇട്ട്. എന്ന് പറഞ്ഞാൽ സിനിമ ഞങ്ങളുടെ വീട്ടിലെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമായിരുന്നു എല്ലാ കാലത്തും. അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ, അമ്മയ്ക്കാണ് പ്രധാനം, അച്ഛനും കുഴപ്പമില്ല. ഈ ജാതി എന്നുള്ളത് ഒരു താല്പര്യമില്ല. സാരി അന്ന് ജാതിക്കെതിരാണല്ലോ നമ്മുടെ സിനിമകളൊക്കെ. ഇപ്പോൾ കല്യാണം കഴിക്കണം, പ്രേമം, ഞങ്ങളൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ. പ്രേമിച്ചാൽ കല്യാണം കഴിക്കണം എന്ന് അമ്മയുടെ നിർബന്ധം. എൻ്റെ ഭാര്യ കവിത എഴുതിയ പോലെ, ഈ പ്രേമനസൂരും ഷീലയും പ്രേമിക്കുന്ന കാരണമാണ് അമ്മ ജീവിച്ചു പോയി എന്ന് പറയും. എൻ്റെ അമ്മയെ പറ്റി കവിത എഴുതിയിട്ട്, പ്രേമനസൂരും ഷീലയും പ്രേമിക്കണം, പ്രേമിച്ചാൽ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അതിൽ ജാതി, മതം, സമ്പത്ത് ഒരു വ്യത്യാസം കണക്കിലെടുക്കാൻ പാടില്ല. പ്രേമിച്ച കല്യാണം കഴിക്കണം. അതാണ് അമ്മയുടെ ഒരു ഫിലോസഫി. അങ്ങനെ പ്രേമിച്ച കല്യാണം കഴിച്ചു. ഞാൻ പ്രേമം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഞാൻ പ്രേമിക്കാൻ കൊള്ളാത്ത ഒരാളായിരുന്നു. പ്രേമം അത്ര വർക്കൗട്ട് ആയില്ല, എനിക്ക് അത്ര അറിയില്ല. പക്ഷെ എനിക്ക് വേറെ തരത്തിൽ പ്രേമം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫും കവയത്രിയാണ്, അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. അല്ലാണ്ട് നേരിട്ട് ഈ പറഞ്ഞ മാതിരിയുള്ള നടന്നു മരഞ്ഞുറ്റി പ്രേമങ്ങൾ അങ്ങനെയുള്ള സംഗതികളുണ്ട്. എൻ്റെ അനിയനും അനിയത്തിയും ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, നേരിട്ട് അത് വേറൊരാൾ പ്രപ്പോസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രപ്പോസൽ. അല്ലെങ്കിൽ ഞാൻ പോയി കണ്ട് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണം, എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രപ്പോസ് ചെയ്ത് കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കഴിച്ചു. വളരെ എൻ്റെ അനിയനും അനിയത്തിയും കല്യാണം കഴിച്ചിട്ടുള്ളത് ഇന്റർകാസ്റ്റ് മാരേജാണ്. എനിക്കങ്ങനെയല്ല കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കാസ്റ്റ് അതല്ലെങ്കിലും എന്നേക്കാൾ പ്രോഗ്രസീവ് ആയിരുന്നു അവർ. ഒരു
റിലീജിയനും മതം ഒരാചാരവും പരിഗണിക്കാത്ത വീടുകാരായിരുന്നു, പഴയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരുടെ വീട്ടുകാർ. അപ്പം അതുകൊണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അമ്മയ്ക്ക് അത് ഇപ്പം എൻ്റെ വീട്ടിൽ അതുപോലെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേര് വരികയാണ്, ഒരു സ്ത്രീ പുരുഷനും വരികയാണ്. എൻ്റെ അമ്മ ഒരിക്കലും ചോദിക്കില്ല നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, നിങ്ങൾ ആങ്ങളും പെങ്ങളുമാണോ, നിങ്ങൾ കാമുകികമാരോ. അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടത്തോടെ വന്നതല്ലേ, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രോഗ്രസീവ് ആവാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പെങ്ങൾക്ക് പോലും അത്രയും കഴിയില്ല. അമ്മയുടെ മകൾക്ക് പോലും കഴിയാത്തത്ര പ്രോഗ്രസീവ് ആയിട്ടാണ് അമ്മ കണ്ടിരുന്നത്. അതിന് ഇതാണ് കാര്യം. ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കെട്ടിപ്പിടിച്ചിരിക്കണുണ്ടല്ലോ, അമ്മയ്ക്ക് അതിൽ അത്ഭുതമില്ല. കാരണം പ്രേമനശ്വരും ശീലം കെട്ടിപ്പിടിച്ചിരിക്കണേ, ജയഭാരതി കെട്ടിപ്പിടിച്ചിരിക്കണേ, എത്രയോ അമ്മ കണ്ടേക്കണു. ഞാൻ പറഞ്ഞ വേറെ തരത്തിൽ ഒരു മൊറാലിറ്റി സങ്കല്പം അമ്മയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഒട്ടും തന്നെ ഇവിടെ പറയുന്ന ഈ സ്ത്രീവിരുദ്ധ മൊറാലിറ്റിയിൽ അമ്മ വിശ്വസിക്കുന്നേ ഇല്ല. അമ്മ അത് പറയും, ആരെങ്കിലും ഒരു സ്ത്രീയെ പറ്റി അമ്മ അങ്ങനെ മോശം കമൻറ്റും പറയില്ല. അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, സാധാരണ സ്ത്രീകളോട് പുരുഷന്മാർ പറയില്ല. രണ്ടാമത്തെ ഞങ്ങളുടെ വീട്ടിലൊരു വീക്ക്നെസ് ചീട്ടുകളിയായിരുന്നു. അച്ഛന് ഭയങ്കര ചീട്ടുകളി ഭ്രാന്തരാണ്, കാശ് വെച്ചിട്ടല്ല. അപ്പോൾ വീട്ടിൽ ഒരു ഇറയുണ്ട്. ആ ഇറയത്ത് രാവിലെ 11 മണിക്ക്, അച്ഛൻ 10 മണിക്ക് ശാന്തി കഴിഞ്ഞ് വന്നാൽ 11 മണിക്ക് ഊണ് കഴിക്കും. 11 മണിക്ക് ഞങ്ങൾ കളി തുടങ്ങും, രാത്രി വരെയൊക്കെ ചിലപ്പോൾ നീളും. അച്ഛന് പോകാറുമ്പോൾ അച്ഛൻ പോകും. കുറേ ആളുകൾ വരും വീട്ടിൽ കളിക്കാൻ. അതിൽ ജാതിയില്ല, മതമില്ല, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ വീട്ടിൽ കളിക്കാൻ വരും. ഇവരൊക്കെ വീട്ടിലിരുന്ന് കളിക്കും. അപ്പോൾ ചിലരൊക്കെ പറയും ഇവിടെ പെമ്പിള്ളേരുണ്ട്, ആമ്പിള്ളേർ വരുന്നതിന് വെച്ച് അമ്മ പറയും, പിന്നെ ആമ്പിള്ളേരുടെ അടുത്തല്ലേ പെമ്പിള്ളേർ വരും, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമല്ല, ജാതി ഒരു പ്രശ്നമല്ല. അമ്മ എല്ലാവർക്കും ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. ചായ കൊടുക്കും പറയുമ്പോൾ ഞങ്ങൾ ശാന്തിക്കാരാന്ന് ആലോചിക്കണം, ഞങ്ങൾ ശാന്തിയാണ്. പക്ഷെ പറയും ശാന്തിക്ക് അതിൻ്റെ അമ്പലത്തിൽ ഞാൻ കയറുമ്പോൾ എനിക്ക് അതിൻ്റെ എല്ലാം ഞാൻ പാലിക്കും. അവിടെ ജാതി പാലിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം തൊടാൻ പാടില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിന് ശാന്തി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അച്ഛനും അമ്മയ്ക്കും അതെ, ഈ ജാതി എന്നുള്ളത് ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല. അത് ഞാൻ പറഞ്ഞ ഈ സിനിമയും ചീട്ടുകളിയും രണ്ട് കാര്യം. അവരുടെ ഭ്രമമുണ്ട്, പിന്നെ അവർക്ക് അവരുടെ ഒരു മനസ്സാണ്. അതൊക്കെ നമ്മളെ വലിയ തോതിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എനിക്ക് ആളുകളോട് ജാതി വ്യത്യാസം വേണം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല. ഇയാൾ നായരാണോ, ഇയാൾ ഈഴവനാണോ, ഇയാൾ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും അമ്മയും ചോദിക്കില്ല, അച്ഛനും ചോദിക്കില്ല. ചോദിക്കില്ല. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോഴും സാധാരണ നമ്പൂതിരി ഫാമിലിയിൽ അതൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഗുണം മാത്രമല്ല, അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് പ്രോബ്ലം.